ഡയമണ്ട്സ് എരമല്ലൂർ വടതല. ശുചിത്വ സാഗരം സുന്ദരതീരം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചി കടൽ തീരത്ത് നടന്ന ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് മുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനായി മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെ നടപ്പാക്കുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചി കടൽ തീരത്ത് ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചു. KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. ഈ ഫോർട്ട് കൊച്ചി മുതലിങ്ങാട് ചില്ലാനമ്പഴ എന്ന ഭാഗത്ത് ഓരോ കിലോമീറ്റർ ഇടവിട്ട് കൊണ്ടുവന്ന ഒരു ടീം രാവിലെ 7 മണിക്ക് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുക. തിരുവനന്തപുരത്ത് ഉദ്ഘാടന പ്രോഗ്രാം 8 മണിക്കാകുമ്പോൾ നമ്മൾ ഈ ഉദ്ഘാടന പ്രോഗ്രാം 8 മണിക്ക് ശേഷം വെക്കും. നമ്മുടെ നാട് പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള വലിയ ശ്രമകരമായ പ്രവർത്തനമാണ്. കൗൺസിലർ ഷീബാലാൽ അധ്യക്ഷയായി. നമുക്ക് എല്ലാവർക്കും അറിയാം തീരദേശത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യം നമുക്ക് ഒരു വിപത്തായിട്ട് തീർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിലെ 6 പോയിന്റുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ 6 പോയിന്റുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യം കൂടാതെ തന്നെ ഈ വേസ്റ്റുകളും തെർമോക്കോൾ ഉൾപ്പെടെയുള്ള ജില്ലാ കളക്ടർ NSK ഉമേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജനങ്ങളുടെ അവയർനെസ്സും കൂടി ഉൾക്കൊണ്ട് ഒരു ക്ലീൻ ബീച്ചസ് നമ്മുടെ സംസ്ഥാനത്ത് അതിനൊക്കെ നമ്മുടെ കോസ്റ്റ് മുഴുവൻ ഇന്ന് എല്ലാ ജില്ലകളിലും. ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ മേഖലാ ഡയറക്ടർ സിജോ P. വർഗീസ്, INS ദ്രോണാചാര്യ കമാൻഡർ ബാലാജി, സയന്റിസ്റ്റ് ഡോക്ടർ K. റഷീദ്, ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ആശ അഗസ്റ്റിൻ, ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോൾ, കൊച്ചിൻ ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി നോഡൽ ഓഫീസർ ബോണി തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെ കടൽ തീരം ശുചീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.